ഞാൻ ഇപ്പോൾ അടുത്തൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ബാറ്ററി പെട്ടി, വണ്ടികളിൽ നിന്ന് ബാറ്ററി പെട്ടി കട്ടിട്ട് അവരത്രയും വലിയ ടീമും ഇതൊക്കെ ഉള്ളതാണ്. വണ്ടിയിൽ നിന്ന് ബാറ്ററി പെട്ടികൾ മോഷ്ടിച്ചിട്ട് എന്തിന് MDMA ഉപയോഗിക്കാൻ, ബാറ്ററി പെട്ടി കളവ് നടത്തുക. പൈസ കിട്ടാൻ ആരും ഇത് മോഷ്ടിച്ചിട്ടാണെങ്കിലും പണം കണ്ടെത്തിയിട്ട് പണം കണ്ടെത്തിയിട്ട് MDMA വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കും? MDMA വിൽക്കണം എന്തിനാ? ഇതുകൊണ്ട് 2 ഉപകാരങ്ങളാണ്. ഒന്ന് പൈസ ഉണ്ടാക്കാം, 2 നമുക്കിത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം. പൈസ ഇല്ലാതെ ആവുന്ന ഘട്ടത്തിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഈ MDMA ഉപയോഗിക്കുന്ന ആളുകൾ പോകുന്നുണ്ടല്ലേ? പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങി പോരുന്നുണ്ട്, പോക്കറ്റ് അടിച്ചിട്ട് പൈസ ഇട്ടിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഞാനും അക്രമങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഞാൻ വീട്ടിലെപ്പോഴും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ലാസ്റ്റ് പോയി പറച്ചിലില്ല, വീട്ടുകാർ അങ്ങനെ ആയി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മാക്ക് പേടിയാലാണ്. കാരണം ഇന്നായിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ച് ഞാൻ ചൂടാവും, പ്രഷറാവും. ഞാനിതുപോലെ വീട്ടിലൊരു ഷീറ്റ് ഉണ്ടായി, അന്ന് ഞാനത് കീറി പിന്നെ ഒരു ടോർച്ച് എടുത്ത് ഞാൻ പൊട്ടിച്ച്. അത്രയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗ്ലാസ് ഇതൊക്കെ ഞാനും പൊട്ടിക്കും. അങ്ങനത്തെ എത്തിയിരുന്നു.